ചെൽസി, ഗർനാച്ചോ, സാവി സിമൻസ് ഇവർ മൂന്ന് പേരും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ലപോലെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സാവി സിമൻസും അലയാൻഡ്രോ ഗർനാച്ചോയും ഇവർ രണ്ടുപേരും ചെൽസിയിലോട്ട് പോകാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം ജസ്റ്റ്. ഫസ്റ്റ് നമുക്ക് അലയാൻഡ്രോ ഗർനാച്ചോയിലോട്ട് പോകാം. ഓക്കെ, അലയാൻഡ്രോ ഗർനാച്ചോ എന്ന് പറയുന്നത് 2023 മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഒരു 5 വർഷത്തെ ഡീൽ 2028 വരെ കോൺട്രാക്ട് മറ്റേ എറിക് ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ അദ്ദേഹം സൈൻ ചെയ്തതാണ്. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്യൂച്ചർ റെഡ് ഡെവിൽ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞിരുന്നു. പിന്നെ റൂബൻ അമോറിം കഴിഞ്ഞ സീസണിൽ വന്നു. റൂബൻ അമോറിമിൻ്റെ കയ്യിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ പലപ്പോഴും ഗർനാച്ചോ വന്നിട്ടുണ്ടോ, അലയാൻഡ്രോ ഗർനാച്ചോ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന സീസണിൽ റൂബൻ അമോറിമിൻ്റെ പ്ലാനിൽ അലയാൻഡ്രോ ഗർനാച്ചോ ഇല്ല എന്നുള്ള കാര്യം ഓൾറെഡി ന്യൂസുകളൊക്കെ വന്നിരുന്ന കാര്യമായിരുന്നു. അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹം പ്ലാനിലില്ല എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഇത് അദ്ദേഹം സെറ്റ് ലീവാണ്, പക്ഷേ അദ്ദേഹത്തിന് പുറത്തുനിന്നൊക്കെ ഓഫർ വരുന്നുണ്ട്. ഓക്കെ, അലയാൻഡ്രോ ഗർനാച്ചോക്ക് സൗദിയിൽ നിന്നായിക്കോട്ടെ, പിന്നെ വേറെയുള്ള ലീഗിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. ഈ ഒരു അർജന്റീൻ സൂപ്പർ സ്റ്റാറിന് പ്രീമിയർ ലീഗിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. അലയാൻഡ്രോ ഗർനാച്ചോ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, അദ്ദേഹം മറ്റേ ഫിഫ പുസ്കാസ് അവാർഡൊക്കെ നേടിയ താരമാണ്. അതൊക്കെ നേടിയ സമയത്താണ് ഓരോരുത്തർ പറഞ്ഞിരുന്നത് ഫ്യൂച്ചർ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിരുന്നു. റാഷ്ഫോർഡിനെയും പറഞ്ഞിരുന്നു. ഇവരതൊക്കെ പിന്നെ എന്താ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, എനിക്കറിയില്ല. അവരുടെ ഒരു പ്ലേയേഴ്സ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോം ഔട്ട് പോകാം. ആ പ്ലെയർ വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫോം ആവാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ജെയ്ഡൻ സാൻജോൻ്റെ കണ്ടു, ആൻ്റണീൻ്റെ കണ്ടു, പിന്നെ കുറേ ആൾക്കാർ മറ്റേ മെക്ടോമിന് നെപ്പോളി പോയിട്ട് അദ്ദേഹം സീരിയ നേടിയത്. അവിടെ ഒരു ആസ് എ മിഡ്ഫീൽഡർ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മെക്ടോമിനി എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്താണ് പ്രശ്നം. എന്തായാലും ഗർനാച്ചോ ലീവ് ചെയ്യാണ്. ഓക്കെ, അത് ആ കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഞാൻ വേറെ ഡിസ്കഷൻസിലൂടെയൊന്നും പോകുന്നില്ല. ഗർനാച്ചോ ലീവ് ചെയ്യാണ്. അദ്ദേഹത്തെ ചെൽസി വേണം. ചെൽസിയും ഗർനാച്ചോയും ഓൾമോസ്റ്റ് വെർബലി യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗർനാച്ചോയും സാവി സിമൻസും രണ്ടുപേരും ഓൾമോസ്റ്റ് യെസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്രത്തോളം ഇദ്ദേഹത്തിന് ബിഡ് വെക്കും, എത്ര എമൗണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്നും ചെൽസി, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്ര എമൗണ്ടാണ് പറയുന്നത്, ചെൽസി എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കഷൻസിലോട്ട് വരാനുള്ളത്. ഫോമൽ പ്രപ്പോസൽ ഇനി വെക്കാൻ പോവുകയാണ് ചെൽസി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഓൾറെഡി ഇപ്പോൾ ചെൽസിയുടെ കോച്ച് എൻസോ മരസ്കോ അത്യാവശ്യം സൈനിങ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആവോ പെഡ്രോ ആയാലും, പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറേയും കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലബ് വേൾഡ് കപ്പിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. കുറച്ച് സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് സൈനിങ്സ് ഒക്കെ കഴിഞ്ഞ കുറച്ച് ട്രാൻസ്ഫേഴ്സിലൊക്കെ ചെൽസി നടത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ചൊന്ന് പതുങ്ങിക്കായിരുന്നു. ഇതേ വീണ്ടും അവർ ചെൽസി എത്തിയിട്ടുണ്ട്. എന്തായാലും അലയാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിലോട്ട് വെർബലി യെസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഫോമൽ പ്രപ്പോസൽസ് വെക്കുന്നുണ്ട്. 35 തൊട്ട് 40 മില്യൺ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എത്ര എമൗണ്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് goal.com അല്ലെങ്കിൽ goal.comോ ESPN ആരും ഒരാൾ മറ്റേ ഈ ബ്ലോഗ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. 35 മില്യൺ ടു 80 മില്യൺ യൂറോ വെച്ച് അത്രയാണ് ഇദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ളൂ കേട്ടോ. എന്തായാലും ഗർനാച്ചോ ചെൽസിയിലോട്ട് പോകാൻ നല്ലപോലെ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാവി സിമൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബാഴ്സലോണയുടെ ഓഡിയൻസിനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കളിക്കും. അദ്ദേഹം ഒരു ബാഴ്സലോണ വണ്ടർകിട്ടായിരുന്നു. ഓക്കെ, പലരും ഇതിപ്പോൾ ഒരു അൻസു ഫാറ്റിയെ പോലെ ലമീൻ യമാലിനെ പോലെ തന്നെ ഒരു ബാഴ്സലോണ വണ്ടർകിട്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അദ്ദേഹം PSG സ്ക്വാഡിലോട്ട് പോയത്. പിന്നെ അവിടുന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊക്കെ കിട്ടാതെയായി. അവിടെ സ്റ്റാറുകളുടെ എന്താ പറയുക, ആകെ സ്റ്റാർസായി സൂപ്പർ സ്റ്റാർസായിരുന്നു ഒരു സമയത്ത്. എംബാപ്പെ, മെസ്സി, പിന്നെ അതുപോലെ തന്നെ നെയ്മർ, സെർജിയോ റാമോസ്, അങ്ങനെ കുറേ സ്റ്റാറുകളുള്ള സമയമായിരുന്നല്ലോ ആ ഒരു 2022-23. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലോ അല്ലെങ്കിൽ ആ ഒരു സ്ക്വാഡിൽ ഇടം പ്രതീക്ഷിക്കാൻ വേണ്ട എന്നുള്ള രീതിയിലായപ്പോഴാണ് അദ്ദേഹം PSVയിലോട്ടൊക്കെ പോയിട്ടുണ്ട് ലോണിൽ. പിന്നെ അത് കഴിഞ്ഞ് 2023 അദ്ദേഹം RB ലീപ്സിലോട്ട് പോന്നു. ഓക്കെ, RB ലീപ്സിലോട്ട് പോയി. പിന്നെ അവിടുന്ന് 2025 ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം RB ലീപ്സിൽ പെർമനൻറ്റ് ഡീലിൽ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ RB ലീഗ്സിന് കുറച്ച് മോശം സമയമായി. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹവും ചെൽസിയുമായിട്ട് ഓൾമോസ്റ്റ് വെർബലി യെസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അദ്ദേഹത്തിന് RB ലീപ്സിക്ക് ഓഫർ ചെയ്യുന്നത് 75 തൊട്ട് 80 മില്യൺ, അതോ 70 തൊട്ട് 80 മില്യൺ, അത് രണ്ടിലേതോ ഒന്നാണ്. ഞാൻ സൈഡിൽ വെക്കാം. അപ്പോൾ അത്രയും എമൗണ്ടാണ് നമ്മുടെ സാവി സിമൻസിന് വെക്കുന്നത്. അദ്ദേഹത്തിന് 23 വയസ്സായി സാവി സിമൻസിന് ആക്ച്വലി 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, RB ലീപ്സിൽ 2027 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. ഗർനാച്ചോക്ക് 2028 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും എന്തായാലും ചെൽസി നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ. രണ്ടും യങ് ടാലൻസ് ആണ്. ചിലപ്പോൾ ചെൽസിയിൽ വന്നു കഴിഞ്ഞാൽ ഫോം ആവും, പറയാൻ പറ്റില്ല. കോൾ പാമർ നമുക്കറിയാം, സിറ്റിയിൽ ഒരു മോശം ഫോമിൽ കളിച്ച പ്ലെയർ ആയിരുന്നു. പിന്നെ ഇപ്പോൾ അവരുടെ മെയിൻ കോർ പ്ലെയറാണ് കോൾ പാമർ എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതുപോലെ ചിലപ്പോൾ മേ ബി ആവാം ഇവർ രണ്ടുപേരുടെയും കാര്യം. ചെൽസിയുടെ ഈ ഒരു ട്രാൻസ്ഫറിൽ ഇപ്പോൾ കറൻ്റ്ലി എന്നാലും രണ്ടുപേരും വെർബലി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് കൺഫേം ആണ്. ഫെബ്രിസിയോ റൊമാനോ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൺഫേം ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ അവർ വരുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.